ഹലോ ഗെയ്സ്, ഇന്നത്തെ നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ മുളയിലും ഈറയിലുമുള്ള ഒരു ജോലിയാണ്. മുള നമ്മൾ കട്ട് ചെയ്തിട്ട് 1 മണിക്കൂറത്തേക്ക് നേരം വെയിലത്ത് ഇതേപോലെ ഉണങ്ങാൻ വേണ്ടി വെക്കും കേട്ടോ. ഇത് മുളേനെ കട്ട് ചെയ്ത് നമ്മൾ എടുത്ത് വെക്കും കേട്ടോ ഉണങ്ങാൻ. ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മളെടുത്ത് വേരലിൽ കയറ്റും, ടാങ്കിൽ കയറ്റും. ഈ ടാങ്കിലാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. ഈ ടാങ്കിലിട്ട് മുളേനെ അവിച്ചെടുക്കും. നമ്മൾ ഈ മുട്ടയൊക്കെ അവിച്ചെടുക്കില്ല, അതേപോലെ അവിച്ചെടുത്ത് മഞ്ഞപ്പൊടി ഉലുവയൊക്കെ ഇട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് വേണം അവിക്കാൻ. അവിച്ചെടുത്തിട്ട് നമ്മളിത് എടുത്ത് വെയിലത്ത് വയ്ക്കും. വെയിലത്ത് വയ്ക്കുമ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഭംഗി. ഇത് പിന്നെ കൂടുതൽ ചെതലെടുക്കുകയോ ഉളുപ്പനെടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. അതാണ് ഈ മുള നമ്മൾ അവിച്ചെടുത്ത രീതി. അങ്ങനെ ചെയ്താൽ എത്ര വർഷം വേണമെങ്കിലും ഈ മുള ഇരിക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈറേനെ നമ്മൾ എടുത്ത് തുരുസിൽ കലക്കിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. തുരുസിൽ വെള്ളത്തിലൊക്കെ ഇട്ട് മിക്സിങ് ചെയ്ത് ഇട്ടിരിക്കുന്നതാണിത്. പിന്നെ നമ്മൾ അവിച്ചെടുത്ത മുളയൊക്കെ ആയി പണികൾ തുടങ്ങി. നമ്മൾ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്താണ് ഇതിൻ്റെ പണിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ സാറൊക്കെ നമ്മളെ കൂടെയുണ്ട്. അതേപോലെ നമ്മളെ ചേട്ടന്മാരൊക്കെ ഓരോരോ മോഡലും പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കുകയാണ് അവരൊക്കെ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടുന്നതാണ്. പിന്നെ മാക്സിമം നമ്മളെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ എല്ലാവരും നിന്ന് മെഷീനിൽ ഇട്ടുള്ള വർക്കിംഗ് ആണ്. ഇതെല്ലാം ഫിനിഷിംഗ് ആക്കിയാണ് എടുക്കുന്നത് കേട്ടോ. എല്ലാവരും ജോലി തിരക്കാണ് കേട്ടോ. എല്ലാവരും ജോലി തിരക്കിലാണ് നിൽക്കുന്നത്. പിന്നെ എല്ലാവരും പണികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ സാറ് കേട്ടോ, വിൻസെൻ്റ് എന്നാണ് പറയുന്നത് സാറിൻ്റെ പേര്. പിന്നെ സാറാണ് നമുക്ക് ഓരോ ഡിസൈനിൻ്റെ പ്രൊഡക്റ്റൊക്കെ പറഞ്ഞു തരുന്നത്. അതേപോലെയാണ്. പിന്നെ എല്ലാവരും ജോലി തിരക്കിലൊക്കെയാണ് കേട്ടോ. പിന്നെ പക്ഷേ ഓരോരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഡിസൈനിൻ്റെ മോഡലിലൊക്കെയാണ്. എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് ഒരേ ഡിസൈൻ ആയിക്കൊണ്ട് എളുപ്പമുണ്ട്. കാരണം എല്ലാവരും പഠിക്കാൻ വേണ്ടിയാണ് ഒരു ഡിസൈനായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മളെ ചെറുപയറാണ് കേട്ടോ. ഇത് നമ്മളെ ചെറുപയർ വറുത്ത് നല്ലപോലെ വറുത്ത ശേഷം നമ്മൾ മുളയ്ക്കകത്ത് ഇടുന്നതാണ്. ഒരു 2 ഗ്ലാസ് കണക്കാണ് നമ്മൾ ഇടുന്നത്. 2 ഗ്ലാസ്സോ അര ഗ്ലാസ്സോ ആയാലും കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ പ്രൊഡക്റ്റുമായി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ കൂടുതൽ നിൽക്കുന്നത്. നമ്മളെ ചേട്ടനൊക്കെ മെഷീനിലൊക്കെ എന്നുള്ള പണിയാണ് കേട്ടോ നിൽക്കുന്നത്. മുളേനെ വൃത്തിയാക്കി ഫിനിഷിംഗ് ആക്കി എടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഞാനും കൂടി ഉണ്ട്. എനിക്കും കുറച്ച് ജോലിയൊക്കെ തന്നു. പിന്നെ ആ ജോലിയും ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അത് എടുത്ത് അതിൻ്റെ അളവിന് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടി അതിനെ അളന്ന് മുറിക്കണം. എന്നാലേ നമുക്ക് അതിനെ ഒരു ഡിസൈനിൽ വയ്ക്കാനുള്ളൊരു മോഡൽ കിട്ടുകയുള്ളൂ. അതിൻ്റെ തിരക്കിലാണ് കേട്ടോ നമ്മളൊക്കെ. പിന്നെ അതേപോലെ തന്നെ ടേപ്പ് എടുത്ത് അതിൻ്റെ അളവും നീളവും എല്ലാം ക്ലിയറായിട്ട് പിടിക്കണം. ഒരു വീഴ്ച പോലും വരാൻ പാടില്ല. വീഴ്ച വന്നാൽ വീണ്ടും ഒന്നേന്ന് ചെയ്യേണ്ട ഒരു പാടാണിത്. പിന്നെ അതേപോലെ തന്നെ നല്ല ക്ലിയറായിട്ട് അളവൊക്കെ പിടിച്ചതിന് ശേഷം മിഷ്യൻ വെച്ചൊരു പിടിച്ച് അതിനെ ഫിനിഷാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ. അതേപോലെ തന്നെ എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ എൻ്റെ വലിയച്ഛനും കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഈ മുളയിലെ റൗണ്ടൊക്കെ ഫിനിഷാക്കി എടുക്കണം. മുളയിലെ റൗണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയാനോ ഒന്ന് കൂടുതലാവാനോ പാടില്ല. ഒരേ ഷേപ്പിന് തന്നെ പിടിച്ചെടുക്കണം കേട്ടോ രണ്ടും. പിന്നെ മാക്സിമം എല്ലാവരും മാസ്ക് വെച്ചാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടിയാണ്. കാരണം പൊടിയൊക്കെ ദേഹത്തടിച്ചാൽ ഒരുപാട് തുമ്മിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ മാസ്കൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നത്. ഞാനും എൻ്റെ വലിയച്ഛനും കൂടി